വെൽക്കം ടു മയൂരീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജെർബറ ഫ്ലവേഴ്സ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒറിജിനൽ ലുക്കുള്ള ഒരു ഫ്ലവറാണ് ഇത്. നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ആണോ അതോ നമ്മൾ ഉണ്ടാക്കിയാണോ എന്ന് എല്ലാവർക്കും സംശയം തോന്നുന്ന അത്ര മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കട്ടിങ്സൊക്കെ, അതായത് ഈ പുറത്തുള്ള ഫ്ലവർ പെറ്റൽസും അതേപോലെ ഇതിൻ്റെ ഈ അകത്ത് കാണുന്ന ചെറിയ ചെറിയ പെറ്റൽസ് പോലെയുള്ള ആ പോർഷൻസും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇവിടെ റെഡ് കളറിലുള്ള ഇതാണ്, അതുപോലെ തന്നെ സെൻറ്ററിൽ വെച്ചേക്കുന്ന ഗ്രീൻ കളർ പോർഷനും ക്രേപ്പ് പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പല പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ഈ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ, അതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പുറത്തുള്ള വലിയ പെറ്റലും പിന്നെ അകത്തുള്ള പെറ്റൽസും ഇതാണ് നമുക്ക് മെയിനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ട് ഉള്ള ക്രേപ്പ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ സെൻറ്ററിലുള്ള ലൈറ്റ് ഗ്രീൻ ക്രേപ്പ് പേപ്പറും വേണം. അതേപോലെ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിലുള്ള ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ബാക്ക് പോർഷനൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രേപ്പ് പേപ്പറും, പിന്നെ ഇതേപോലെ ഞാൻ ഈ കളറാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു റെഡ് കളറും ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പീസ് എന്ന് നമ്മൾ പറഞ്ഞാൽ റെഡ് കളറിലുള്ള ഒരു പീസാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പെറ്റലിൻ്റെയും ടിപ്പ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ 2.3 × 23 സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. പിന്നെ നീളം എന്ന് പറയുന്നതാണ് 23 സെൻറ്റിമീറ്റർ. അതേപോലെ ഇതിൻ്റെ ഒരു ഹാഫ് ലെങ്ത് വരുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ പീസസ് സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ ടിപ്പായിട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ പെറ്റൽസും ചെയ്യേണ്ട പ്രോസസ്സ് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതായത് കട്ടിങ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെ സ്ട്രൈപ്സ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ടിപ്പ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ഗ്രീൻ പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഷേപ്പ് ചെയ്യാതെ ജസ്റ്റ് സ്ട്രിപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ കൊടുത്തതിനേക്കാളും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ ഈസിയാണ്, ഒത്തിരി കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു തരം ഫ്ലവറാണ്, എന്നാൽ നല്ല ഒറിജിനൽ ലുക്കും കിട്ടും. അപ്പോൾ അതാ ഈ കാണുന്ന പോലെ നിങ്ങൾ ഇതിൻ്റെ ടിപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ സ്ട്രിപ്പിൻ്റെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമുക്ക് എല്ലാ പീസസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ പെറ്റലിനും ഓരോ സൈസുണ്ട്, അതായത് അകത്ത് വെച്ചിരിക്കുന്നതിനേക്കാളും വലുതാണ് ഏറ്റവും പുറത്ത് കാണുന്ന പെറ്റൽസ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി കട്ടിംഗ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ട്രൈപ്സായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒത്തിരി നേരം എടുക്കുമല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ സിക്സാക് സിസേഴ്സ് ഒക്കെ കിട്ടും, അതായത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റൗണ്ട് ഷേപ്പിലുള്ള സിസേഴ്സ്. അത് വെച്ചാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് 2.3 × 23, പിന്നെ 2.5 × 23, 5 × 30, അത് വലിയ പെറ്റൽ 5 × 30 സെൻറ്റിമീറ്ററുമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ നമ്മൾ ഓരോ പീസായിട്ട്, അതായത് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇതേപോലെ 3 പീസാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറത്തുള്ള അതാണ് വലിയ പീസായിട്ട് നമ്മൾ 5 × 30 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചേക്കുന്ന ഗ്രീനും കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പെറ്റലിൻ്റെ അതായത് ഓരോ പെറ്റലിൻ്റെയും ടിപ്പ് നമ്മളൊന്ന് വളച്ചെടുക്കണം. ഓക്കെ, അതായത് ഈ ഗ്രീൻ മാത്രം വളയ്ക്കണ്ട, ബാക്കി എല്ലാത്തിൻ്റെയും ടിപ്പൊന്ന് വളച്ച് എടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ ഒരു ആക്ച്വൽ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സിസർ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻസിലോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കനം കുറഞ്ഞ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇങ്ങനെ വളച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ പീസസും ഇതേപോലെ വളഞ്ഞിരിക്കണം. നമ്മുടെ റെഡ് കളർ പീസസ് എല്ലാം ഒരേപോലെ വളച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്നിച്ചൊട്ടിക്കാൻ പോകുന്നത്, ഇപ്പോൾ സെൻറ്റർ പീസ് നമ്മുടെ ലൈറ്റ് ഗ്രീൻ ആണ്, അത് വളച്ചെടുക്കേണ്ട, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ പീസിൻ്റെ ഈ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷൻ, ആ ഒരു ബോട്ടം പോർഷനിൽ നമ്മൾ, അതായത് ഏകദേശം ഒരു മിഡിൽ പോർഷനായിട്ട് വരും, നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം.
അകത്തേക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെറ്റലെല്ലാം പുറത്തേക്ക് വളഞ്ഞിരിക്കും. ആൻഡ് നമ്മുടെ ഇപ്പോൾ വളച്ചു വെച്ചിരിക്കുന്ന നമ്മൾ അകത്തോട്ടാണ് നമ്മൾ കുഴിച്ച് വളച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത്. റൗണ്ട് ഷേപ്പിൽ കിട്ടണം, എന്നാലേ നമുക്കത് കറക്റ്റായിട്ടത് സ്ട്രെച്ച് ആയിട്ടുണ്ടല്ലോ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ വലിയ പെറ്റലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഏറ്റവും പുറത്തുള്ള ആ പെറ്റലിൻ്റെ ഇതും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വളച്ചെടുക്കണം. അപ്പം നമ്മൾ വളയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത് കീറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ പീസസിൻ്റെയും നമ്മുടെ ആ സെൻറ്റർ പോർഷൻ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആ സെൻറ്ററിലുള്ള ഗ്രീൻ പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സൈസാണ്. അതുകൊണ്ട് നമ്മൾ 2x23 ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് മറ്റേ പെറ്റൽസൊക്കെ മടക്കിയതുപോലെ തന്നെ നമ്മൾ 4ആയിട്ടൊന്ന് മടക്കി, 4 എത്ര വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിൾ അനുസരിച്ച് മടക്കാം. അതിനനുസരിച്ചും ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രൈപ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു പോർഷനാണിത്. ഇനി കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫിംഗറിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അറിയാത്തവർ അതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഗ്രീൻ പോർഷൻ എങ്ങനെയാണ്, നമുക്ക് ഈ സെപ്പിൽ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. പിന്നെ മെഷർമെൻറ്റ് 5.5 × 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതേപോലെ ഒരു ഗ്രീൻ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഈ ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പൺ എൻഡ് റൈറ്റ് സൈഡിലായിരിക്കണം, ഫോൾഡഡ് പോർഷൻ ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് സിക്സാഗ് ഷേപ്പിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെപ്പൽ, അതായത് അതിൻ്റെ ബോട്ടം പോർഷനിലിരിക്കുന്നതിൻ്റെ ഷേപ്പ് ഏകദേശം ഇതാണ്. ഇതും ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സെപ്പിലെല്ലാം കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുക. മിഡിൽ പോർഷനായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ട്രെച്ചിങ് വരേണ്ടത് ആ ഒരു മിഡിൽ പോർഷനിലാണ്. അതായത് കട്ട് ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ടായിട്ട് വരണത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ട്രെച്ചിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ബോട്ടം പോർഷൻ എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിലിരിക്കും. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ സ്ട്രെച്ചിങ് കപ്പാസിറ്റി അനുസരിച്ച് വേണം നിങ്ങളുടെ സൈസ് നിങ്ങൾ മെഷർ ചെയ്യാൻ. ഇനി ഇതേപോലെ ഒരു സ്റ്റിക്ക് വേണം. അത് ഞാനിവിടെ ഒരു വയറാണ്, മെറ്റൽ വയറാണ് എടുത്തിരിക്കുന്നത്, തിക്കായിട്ടുള്ള മെറ്റൽ വയർ. നിങ്ങൾക്ക് വേണേൽ ബാംബൂ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും സ്റ്റിക്കോ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെൻറ്റർ പോർഷൻ, അതായത് ലൈറ്റ് ഗ്രീൻ പോർഷൻ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോയോ ഒക്കെ ആക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്, ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മെറ്റൽ വയറിന് ചുറ്റുമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഗ്രീൻ പോർഷൻ, ലൈറ്റ് ഗ്രീൻ പോർഷൻ നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഇച്ചിരി ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളോ എന്ത് ഗ്ലൂ വേണമെങ്കിലും വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ വയർ ഇതിന് ചുറ്റും ഇതേപോലെ ടൈറ്റായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ലൂസാകരുത്, ലൂസായി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകും. അതുകൊണ്ട് നന്നായി ടൈറ്റായിട്ട് കറക്റ്റ് ലെങ്ത്ത് വരുന്ന രീതിയിൽ കയറി ഇറങ്ങിയൊന്നും വരാതെ കറക്റ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് തിക്ക് വയർ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ മെറ്റൽ വയറിന് ചുറ്റും ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് തിക്കായിട്ട് തന്നെ ഇരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്രീനിന് ചുറ്റുമായിട്ട് നമ്മുടെ ഫസ്റ്റ് 2.3 × 23 ഇല്ലേ, ആ ഒരു പോർഷനാണ് നമ്മളപ്പോൾ സൈസിനനുസരിച്ചാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സൈസ്, അത് കഴിഞ്ഞിട്ട് അതിനേക്കാട്ടിലും വലിയ സൈസിലുള്ള പെറ്റലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആകെ 4 പീസസേ ഉള്ളൂ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ഈസിയാണ്. 4 പീസസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കിനും ഒരു ഫ്ലവർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലും കൂടെ നമ്മൾ കുറച്ച് ഗം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മേളിലോട്ടും താഴോട്ടും ഒക്കെ ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗം ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ,
അപ്പോൾ അതിനുശേഷം നമുക്കിനി നെക്സ്റ്റ് പീസ് 2.3x23 പീസസ് നമ്മൾ എടുക്കണം. ഓക്കെ, പക്ഷേ അതിന് മുൻപ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ പാസ്റ്റൽ യൂസ് ചെയ്തിട്ട് എൻ്റെ സെൻറ്ററിൽ കുറച്ച് കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ ടിപ്പ് കുറച്ച് കട്ട് ചെയ്താൽ ആ ഇറഗുലറായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓയിൽ പാസ്റ്റൽസോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആ സെൻറ്ററിലേക്ക് കുറച്ച് ഡാർക്ക് ഗ്രീനും കൊടുക്കാം, ഡാർക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമില്ല, അങ്ങനെ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് കളർ ഷേപ്പ് സ്പോഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ വിരൽ വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് കുറച്ചും കൂടെ ഗമ്മൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഫസ്റ്റ് റെഡ് പെറ്റൽ, അതായത് സെൻറ്റർ പോർഷനിലിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ കുറച്ച് ആ ഗ്രീനിനെക്കാട്ടിലും കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പെറ്റൽ ഒട്ടിക്കാൻ. അതേപോലെ തന്നെ പുറത്തേക്ക് വളഞ്ഞ് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ റെഡ് ഫസ്റ്റ് നമ്മുടെ പീസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെള്ളിയിരിക്കത്തുള്ളൂ, ആ ഒരു ഷേപ്പും കിട്ടത്തുള്ളൂ. നമ്മുടെ ഗ്രീൻ പോർഷൻ അല്ലെങ്കിൽ കവേർഡ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് 2.5 പെറ്റലെടുക്കുക. അപ്പോൾ ആ പെറ്റൽ ഒട്ടിക്കുമ്പോൾ ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഫസ്റ്റ് റെഡ് പീസിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ചും കൂടെ വിടർന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പീസ് നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഹൈറ്റ് ഇപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഒരു ഹാഫ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വലിയ പെറ്റൽ അതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ വലിയ പെറ്റൽ നമ്മൾ ഒട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ പെറ്റൽ കംപ്ലീറ്റ് പുറത്തായിട്ട്, അതായത് കട്ട് ചെയ്ത പോർഷൻ കംപ്ലീറ്റ് പുറത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അതായത് കുറച്ചും കൂടെ പൊക്കി വെക്കണം. നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ആ ബേസിൽ നിന്നും കുറച്ചും കൂടെ പൊക്കി വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുമ്പം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കുറച്ചും കൂടെ കൂട്ടിയെടുക്കേണ്ടി വരും, അതായത് ലെങ്ത്ത് കൂട്ടിയെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബേസിൽ നിന്ന് ഇച്ചിരി കൂടെ പൊക്കി വേണം നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ വെക്കുമ്പോൾ ഓരോ പെറ്റലും അടുത്ത പെറ്റലിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും. അതേപോലെ ഓർക്കണം, നമ്മുടെ പെറ്റൽസൊക്കെ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അല്ലെങ്കിൽ നമ്മുടെ പൂവിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് പുറത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വളച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വളവൊക്കെ കുറവാണെങ്കിൽ വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് പെൻസിലോ എന്തെങ്കിലും വെച്ചൊന്ന് വളച്ചു കൊടുക്കാവുന്നതാണ്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് മൂവ് ചെയ്യാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫിക്സ് ആയി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പീസായ അതിൻ്റെ ആ ഗ്രീൻ പോർഷൻ സേപ്പിൽ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കംപ്ലീറ്റ്ലി കവറാണോ എന്ന് നോക്കണം. അത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ താഴത്തെയുള്ള ആ ബോട്ടം പോർഷൻ ഒന്നിച്ച് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ആ ബോട്ടം പോർഷൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും പെറ്റൽസിനൊക്കെ ഇറഗുലർ ഷേപ്പ് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്താലും മതിയാവും. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ബാക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ സ്റ്റെം, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് വേണം സ്റ്റെം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇതിനെ കവർ ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ചുറ്റും ഒന്ന് വെട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് നീളത്തിൽ താഴേക്ക് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ടെക്നിക്കാണ്. ഇത് കൺഫ്യൂഷനൊന്നും വരത്തില്ല. ജസ്റ്റ് നമ്മുടെ 4 പീസസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് എളുപ്പമുള്ളതാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇത് ഒറിജിനൽ അല്ല എന്ന്. അപ്പോൾ അതേപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ആരും മറക്കരുത്, ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാനിവിടെ 5 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 ഫ്ലവേഴ്സ് ആണെങ്കിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒരു പോട്ടിൽ വയ്ക്കാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.